പാലക്കാട് മണ്ണാർക്കാട് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ സോൺ കലോത്സവത്തിനിടെയുണ്ടായ പോലീസ് ലാത്തിച്ചാർജിൽ SFI നേതാക്കൾക്ക് പരിക്ക്. ലാത്തിച്ചാർജിൽ SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ കൈയൊടിഞ്ഞു. പോലീസിൻ്റേത് ഏകപക്ഷീയ നടപടിയാണ് എന്ന് SFIയും SI വാടക ഗുണ്ടയെ പോലെ പെരുമാറുന്നു എന്ന് CPIM ആരോപിച്ചു. എന്നാൽ SFI തുടക്കം മുതൽ കലോത്സവം അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് KSUവിൻ്റെ ആരോപണം. മണ്ണാർക്കാട് നടക്കുന്ന എ സോൺ കലോത്സവത്തിൽ വിധി പ്രഖ്യാപനം സുതാര്യമല്ലെന്നാരോപിച്ച് SFI പിന്തുണയോടെ മത്സരാർത്ഥികളിൽ ഒരു വിഭാഗം സ്റ്റേജിൽ കുത്തിയിരുന്നതോടെയാണ് സംഘർഷം തുടങ്ങുന്നത്. ഇവരെ പിരിച്ചുവിടാൻ മണ്ണാർക്കാട് SI അജാസുദ്ദീന്റെ നേതൃത്വത്തിൽ ലാത്തി വീശി. SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ഫായിസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വൈഷ്ണവ്, വിഷ്ണുമോഹൻ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. ഫായിസിന്റെ കൈയൊടിഞ്ഞു. പോലീസിന്റേത് ഏകപക്ഷീയ നടപടിയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. ഇതിനകത്ത് ഇവിടെ ഒരൊറ്റ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്ന ഒരു SI അദ്ദേഹത്തിൻ്റെ മാത്രം തെറ്റായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ വലിയ അലങ്കോലമായി മാറുകയും ഒരുപാട് നേരത്തേക്ക് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത ഒരു നില ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റ SFI നേതാക്കളെ സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മണ്ണാർക്കാട് SIക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. വാടക ഗുണ്ടയെ പോലെ പെരുമാറിയ SIക്കെതിരെ നിയമ നടപടി വേണമെന്നും സഹിക്കാനാവുന്നതിനപ്പുറം പോയാൽ തിരിച്ചടിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. മണ്ണാർക്കാട്ടിലെ ഒരു SI അയാൾ SI ആവാൻ കൊള്ളുന്നവനല്ല. അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിൻ്റെ അംഗത്തെ പോലെയാണ് SFIയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. സഹിക്കുന്നതിനപ്പുറമാകുമ്പോൾ സ്വമേധയാ പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ എത്തിച്ചേരും. അത് നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. SI അജാസുദ്ദീന്റെ പരാതിയിൽ 30 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. SFIക്കെതിരെ KSUവും രംഗത്തെത്തി. തുടക്കം മുതൽ കലോത്സവം അലങ്കോലമാക്കാൻ SFI ശ്രമിക്കുന്നതായി KSU ആരോപിച്ചു. മത്സരം വൈകിയതോടെ മത്സരാർത്ഥികൾ കരയുന്ന സാഹചര്യമുണ്ടായെന്നും KSU നേതാക്കൾ പറഞ്ഞു. കൈയൊടിഞ്ഞ SFI ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. SI അജാസുദ്ദീനും ചികിത്സ തേടി. ന്യൂസ് മലയാളം, പാലക്കാട്.